നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ ബക്രാത്ത് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു പ്ലെയർ ഉണ്ട്, ബാങ്കർ ഉണ്ട്, അതുപോലെ തന്നെ ടൈ ഉണ്ട്, ഒരു കുത്ത് ചീട്ടുമുണ്ട്. ഈ ഗെയിമിനകത്ത് 8നോടോ അല്ലെങ്കിൽ 9നോടോ അടുത്ത് വരുന്ന സംഖ്യയാണ് വിന്നർ. മുമ്പോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം കാർഡ്സിന്റെ വാല്യൂ മനസ്സിലാക്കണം. എയ്ക്ക് 1 പോയിന്റ്, അതുപോലെ തന്നെ 2 to 9 അതിന്റെ ഫേസ് വാല്യൂ ആണ്. 2ന് 2 പോയിന്റ്, 3ന് 3 പോയിന്റ്, 4ന് 4 പോയിന്റ്, അങ്ങനെ 9 വരെയുള്ള ചീട്ടിന് അതിന്റെ ഫേസ് വാല്യൂ ആണ് അതിന്റെ പോയിന്റ്. അതുപോലെ തന്നെ 10 JKQ ഇതിന് 0 പോയിന്റ് ആണ്. അപ്പോൾ ഈ ഗെയിമിൽ നമ്പറുകൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഇതിനകത്ത് ചിഹ്നങ്ങൾ കൺസിഡർ ചെയ്യില്ല. ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലായിട്ട് പ്ലെയറിന് 2 കാർഡ് കൊടുക്കും, ബാങ്കറിനും 2 കാർഡ് കൊടുക്കും. ഇവിടെ ഉദാഹരണത്തിന് 4ഉം 9ഉം കിട്ടിയെന്ന് വിചാരിക്കുക. 4 ക്ലാവരും 9 ക്ലാവരുമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. 5 ആടതനും 9 ആടതനുമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 4ഉം 9ഉം കൂടെ കൂട്ടിയപ്പോൾ എത്രയായി? 13 പോയിന്റ് ആണ് കിട്ടിയത്. ഇവിടെ 9ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 14 പോയിന്റ് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബക്രാത്ത് എന്ന് പറയുന്ന ഗെയിം 8നോടും 9നോടും അടുത്ത് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 13ഉം 14ഉം കിട്ടിയ സ്ഥിതിക്ക് 9ന് മുകളിൽ പോയിന്റ് പോവുകയാണെങ്കിൽ അതിനെ 10 കൊണ്ട് മൈനസ് ചെയ്യണം. ഇവിടെ 13 മൈനസ് 10 എന്ന് പറയുന്നത് 3 പോയിന്റും, ഇവിടെ 14 മൈനസ് 10 എന്ന് പറയുന്നത് 4 പോയിന്റുമാണ്. നിലവിലെ സ്കോർ 3ഉം 4ഉം ആണ്. ഇത് 6ന് താഴെ ആയതുകൊണ്ട് ഇവിടുന്ന് ഓരോ കാർഡൂടെ എടുക്കേണ്ടതായിട്ട് വരും. ഇവിടുന്ന് അടുത്ത കാർഡ് പ്ലെയർ എടുത്തത് 6 എന്ന് പറയുന്ന കാർഡെന്ന് വിചാരിക്കുക. ഇവിടെ ബാങ്കർ എടുത്തത് 4 എന്ന് പറയുന്ന കാർഡ് ആണെന്ന് വിചാരിക്കുക. നിലവിലത്തെ സ്കോർ പ്ലെയറിന് 9 പോയിന്റും ബാങ്കറിന് 8 പോയിന്റും. അപ്പം ആരാണ് ഇവിടെ വിന്നർ? പ്ലെയർ ആണ് വിന്നർ. കാരണം ബക്രാത്ത് എന്ന് പറയുന്ന 9ഓ 9നോട് അടുത്ത് നിൽക്കുന്ന പോയിന്റുമാണ് വിജയ്. അപ്പം ഇവിടെ ആരാണ് വിജയ്? പ്ലെയർ. ഇൻ കേസ് ഇവിടെ ഒരു 5 ആണ് എടുത്തിരുന്നെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് വന്നേനെ, 8-8 വന്നേനെ. അപ്പം ടൈലാണ് പോകുന്നത്. അപ്പം ഇതേ ഉള്ളൂ ഗെയിം. കളിക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പഠിപ്പിക്കുന്ന കാർഡ് ഗെയിം എല്ലാം ഫണ്ടിന് വേണ്ടി പഠിപ്പിക്കുന്നതാണ്. ഡീൽ ചെയ്യുക. 10 പോയിന്റ്, 10 ജെയ്ക്ക് 0 പോയിന്റ് ആണ്, 4 പോയിന്റ്, ഇവിടെ 4 പോയിന്റ്. അപ്പോൾ രണ്ടും 6ന് താഴെ ആയതുകൊണ്ട് വീണ്ടും കാർഡ് എടുക്കുവാണ്. വീണ്ടും 10 പോയിന്റ്, 10 പോയിന്റ് 0 അപ്പം രണ്ടും ഈക്വൽ പോയിന്റ് ആണ്, ടൈ ആണ് വന്നത്. വീണ്ടും ഒരു 5 ഡോളറിന്റെ ടോക്കൺ വെച്ചു, ഡീൽ ചെയ്തു. 10 പോയിന്റ്, 2 പോയിന്റ്, ഇവിടെ വീണ്ടും 10 എടുത്തു, 0 2, 6ന് താഴെ ആയതുകൊണ്ട് വീണ്ടും കാർഡ് എടുക്കുന്നു, 4 പോയിന്റ്. അപ്പൊ 4 2നേക്കാളിൽ കൂടുതലാണ്. ഇവിടെ 6ന് താഴെ ആയതുകൊണ്ട് വീണ്ടും ഇതെടുക്കുന്നു, കാർഡ് എടുക്കുന്നു, 3 പോയിന്റ്. 4 പോയിന്റ് കിട്ടിയ പ്ലെയർ ആണ് വിന്നർ. 2 ഗെയിമോടെ നോക്കാം. ഡീൽ ചെയ്യുന്നു. 10-0-0, 1 പോയിന്റ്, വീണ്ടും 0, 6ന് താഴെ ആയതുകൊണ്ട് വീണ്ടും കാർഡ് എടുക്കുന്നു, 8-9 പോയിന്റ്. ഇനിയും പ്ലെയർ 9 പോയിന്റ് വരുമോ എന്ന് നമുക്ക് നോക്കാം. 6ന് താഴെയാണ്, 9 പോയിന്റ്, പുഷ്, ടൈ ആയിപ്പോയി. വീണ്ടും നോക്കാം. 10, 6, 6, 9, 5, 14 മൈനസ് 10, 4, 6, 4 പോയിന്റ്. ഇവിടെ 6 ആയതുകൊണ്ട് വീണ്ടും കാർഡ് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ 5 ആയതുകൊണ്ട് ബാങ്കർ ഒരു കാർഡ് കൂടെ എടുത്തു. രണ്ടുപേർക്ക് കളിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത്രയുള്ള വീഡിയോയെ കുറിച്ച് മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു തൽക്കാലത്തെ ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.